ഒരാളെ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയിൽപ്പെട്ട ഒരു ഉപദേശം ആദ്യം എന്നോടും ശ്രോതാക്കളായിട്ടുള്ള നിങ്ങളിലേക്കും പങ്കുവെക്കുകയാണ്. മനോഹരമായിട്ടുള്ളൊരു സംഭവം. ഒരു പ്രസിദ്ധനായിട്ടുള്ളൊരു പണ്ഡിതൻ ഇമാം ഷിറാസ് റഹിമുള്ള അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് പിതാവ് അദ്ദേഹത്തെ ദിനേന ആ കുട്ടിയെ രാത്രി നമസ്കരിക്കാൻ വേണ്ടി, ആ ഖിയാമുൽ ലൈലിന് വേണ്ടി പിതാവ് വിളിച്ചുണർത്തുമായിരുന്നു. അങ്ങനെ ഉപ്പയും മകനും ഒരുമിച്ച് ആ രാത്രി നമസ്കരിക്കുകയാണ്. എത്ര മനോഹരമാണ്. ഒരിക്കൽ അതേ രൂപത്തിൽ പിതാവ് ആ മകനെ വിളിച്ചുണർത്തി ആ മകന് ഉളൂ ചെയ്യാൻ ചെയ്യുന്ന സമയത്ത് ചുറ്റുപാടിലേക്ക് നോക്കിയ സമയത്ത് അടുത്ത വീട്ടിലൊന്നും ലൈറ്റ് തെളിഞ്ഞിട്ടില്ല, ആളുകളെല്ലാം ഗാഠനിദ്രയിലാണ്. ആ ഒരു കാഴ്ച കണ്ട സമയത്ത് ആ മകൻ പറഞ്ഞു, ലം യകുൻ മിൻ ഹൗലാഇ മിൻ യുസല്ലി റക്അതൈൻ, ഈ ആളുകൾക്കൊന്നും എഴുന്നേറ്റ് 2 റക്അത്ത് നമസ്കരിക്കാൻ ഇവർക്കൊന്നും കഴിയില്ലേ? ആ രൂപത്തിൽ ആ മകൻ ഒരു കമന്റ് പറയാണ്. അത് കേട്ട സമയത്ത് പിതാവും മകന് നൽകുന്ന ഒരു തെർബിയത്ത്, ഉപ്പ പറഞ്ഞു, യാ ബുനിയ, എന്റെ പൊന്നുമോനെ, ലൗ നിംത ലകാന ഖൈറുൽ ലക്, ഈ രൂപത്തിൽ കമന്റ് ചെയ്യാനാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നിനക്ക് പോയി കിടന്നുറങ്ങുന്നതാണ്. അതായത് മകന് നൽകുന്ന വലിയൊരു പാഠം, മറ്റുള്ള ആളുകൾ ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വെച്ച് മറ്റുള്ള ആളുകളെ ആ കർമ്മത്തിന്റെ പേരിൽ നീ ചെറുതാക്കി കാണാൻ, അല്ലെങ്കിൽ നിന്നെ അന ഖൈറുമിൻ, ഞാൻ ഒരല്പം ബെറ്റർ ആണെന്ന് ചിന്തിക്കാനാണ് നീ ആ ഒരു കർമ്മത്തെ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഏറ്റവും നല്ലത് ആ കർമ്മം ചെയ്യാതിരിക്കുന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു പ്രസ്താവനയിൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, വഇന്നക അൻ തുബീത നായിമൻ വതുസ്ബിഹ നാദിമൻ ഖൈറും മിൻ അൻ തുബീത ഖായിമൻ വതുസ്ബിഹ മുഅജബൻ. അതായത് നീ രാത്രി നമസ്കരിക്കണം എന്നെല്ലാം ആഗ്രഹത്തോടു കൂടെ നീ കടന്ന് ക്ഷീണം കാരണം നീ ഉറങ്ങിപ്പോയി, അങ്ങനെ രാവിലെ ഖേദത്തോടു കൂടെ നമസ്കരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ആ നമസ്കാരം മിസ്സായല്ലോ എന്നുള്ള ഒരു ഖേദത്തോടു കൂടെ നീ ഉണരുന്നതാണ്. രാത്രി മുഴുവൻ നമസ്കരിച്ച് പ്രഭാതത്തിൽ ആ നമസ്കരിക്കാത്ത ആളുകളെ നോക്കിയിട്ടാ ഇവന്റെ കഥ എന്താണ്, ഞാന് രാത്രി മുഴുവൻ നമസ്കരിച്ചവനാണെന്ന് ആ ഒരു ചിന്ത നിനക്കുണ്ടെങ്കിൽ അതിനേക്കാൾ നല്ലത് ആ നമസ്കാരം മിസ്സാക്കിയിട്ട് ഖേദത്തോടു കൂടെ ഉണരുന്നതാണ്. മനോഹരമായിട്ടുള്ള പ്രസ്താവനയാണ്. ഇപ്പൊ ഏതൊരു കാര്യം അത് ചെയ്യുന്ന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, എന്തെങ്കിലും ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം വെച്ച് നീ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ താഴ്ത്തി കാണുന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിൽ നാശമാണ്. അത് ഒരു പക്ഷേ അത് ചിലപ്പോൾ അറിവായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് അറിവ്. സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ ആദ്യമായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന 3 ആളുകളിൽ ഒന്ന് ഒരു വലിയ പണ്ഡിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അറിവ് അയാൾക്ക് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ അറിവ് അയാൾ തെറ്റായിട്ട് ഉപയോഗിച്ചു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ അറിവിനെ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന 3 രീതികൾ. ഒന്ന്, ആ അറിവ് വെച്ച് അയാൾ ഞാൻ വലിയൊരു സംഭവമാണ്, ഞാൻ മറ്റുള്ള ആളുകളെക്കാൾ അറിയുന്നവനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് റിയാ ആണ്. അതായത് ആ അറിവുകൊണ്ട് ഒരു ഉപയോഗമില്ല. അതല്ലെങ്കിൽ രണ്ടാമതായിട്ട് ആ അറിവ് വെച്ച് മറ്റുള്ള ആളുകളായിട്ട് തർക്കിക്കാൻ വേണ്ടി മാത്രം അറിവ് നേടുന്ന ആളുകളുണ്ട്. അത് ആ തർക്കിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ ഞാൻ അയാളെക്കാൾ, അല്ലെങ്കിൽ ആ അണികളെ മുഴുവൻ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഈ വിഷയം ഇത്ര ഏറെ അറിയുന്നവനാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി. അതല്ലെങ്കിൽ ചില ആളുകൾ അതിനു വേണ്ടി മാത്രം സംശയം ചോദിക്കുന്ന ആളുകളുണ്ട്. ആ സംശയം ചോദിക്കുന്ന തന്നെ ഈ ഒരു വിഷയം എനിക്ക് അറിയുമെന്ന് മറ്റുള്ള ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ രൂപത്തിൽ ഒരു ഷോ ഓഫ്, അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഇൽമെങ്കിൽ അതും യഥാർത്ഥത്തിൽ തെറ്റായിട്ടുള്ള അറിവാണ്. മൂന്നാമതായിട്ട് അറിയാത്ത ആളുകളെ തരം താഴ്ത്തി കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ അറിവിനെ ഉപയോഗിക്കുന്നതെങ്കിൽ അതും തെറ്റായിട്ടാണ്. അപ്പോൾ നൽകിയ ആ ഒരു അനുഗ്രഹം, അറിവാകുന്ന അനുഗ്രഹം ഈ രൂപത്തിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതും നാശമാണ്. അതേപോലെ തന്നെ അത് ചില സമയത്ത് അത് പ്രായമാകും. ഇപ്പൊ പ്രായമുള്ള ആളുകൾ, അവര് നല്ല രൂപത്തിൽ അള്ളാഹനെ ഭയന്ന് ജീവിക്കുന്ന ആളുകൾ യുവാക്കളെ നോക്കിയിട്ട് ഇവരൊക്കെ എങ്ങനെ നന്നാവാനാണ് ഒരിക്കലും ആ രൂപത്തിൽ എഴുതി തള്ളിയ രൂപത്തിൽ സംസാരിക്കാറുണ്ട്. ഒരുപക്ഷെ ഈ പറയുന്ന വ്യക്തി തന്നെ അയാൾ പിന്നിട്ട വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അയാൾ ആ യുവകാലഘട്ടത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അകന്നായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. ഒരു സുപ്രായത്തിൽ അയാൾ നന്നാവുന്നു, പിന്നീട് അയാളെ വന്ന വഴിയെല്ലാം മറന്ന് ഇതേ രൂപത്തിൽ യുവാക്കളെ നോക്കിയിട്ട് അതായത് അവർ മുഴുവൻ മോശക്കാർ ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ അതെല്ലാം എന്തൊരു കാര്യമാണെങ്കിലും അത് നമ്മൾ ഒരല്പം മുകളിലേക്കായിട്ട് നമ്മളെ വെച്ച് മറ്റുള്ള ആളുകളെ ഇകഴ്ത്തി കാണാനാണ് ആ ഒരു അനുഗ്രഹം നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ശരിയായിട്ടുള്ള പ്രവണതയല്ല എന്നുള്ളത്. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം തുടരാണ്, ഫദംബുൻ തുദില്ലു ബിഹി ലദൈഹി അഹബ്ബു ഇലൈഹി മിൻ തുഅഅത്തിൻ തുദില്ലു ബിഹാ അലൈഹി. മനോഹരമായിട്ടുള്ള പ്രസ്താവന. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിന്നെ അടുപ്പിക്കുന്ന, അല്ലെങ്കിൽ നിന്നെ വിനയാന്വിതനാക്കുന്ന ഒരു തെറ്റാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നിന്നെ അകറ്റുന്ന ഒരു നന്മയേക്കാൾ ബെറ്റർ. അതായത് ഏതെങ്കിലും ഒരു തെറ്റ് കാരണം, ആ തെറ്റ് കാരണം അതിൽ നീ ആ നദും, അതായത് നിനക്കതിലൊരു കുറ്റബോധം, അത് കാരണം നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നിന്നെ അകറ്റുന്ന നന്മയേക്കാൾ നല്ലത്, അതായത് ഈ രൂപത്തിൽ ചെയ്ത് ഞാൻ ബെറ്റർ ആണെന്ന് ചിന്തിക്കാൻ വേണ്ടി ആ നന്മ നീ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് നിന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു തെറ്റാണ്. മനോഹരമായിട്ടുള്ള പ്രസ്താവനയാണ്. ഈ രൂപത്തിലാണ് ഇപ്പൊ എന്തൊരു കാര്യമാണെങ്കിലും അത് ഏതൊരാളെ സംബന്ധിച്ചും നമ്മൾ വിലയിരുത്താൻ പോകാതിരിക്കുക. അതാണ് പറയുന്നതിന്റെ മൊത്തത്തിലുള്ള അതിന്റെ ചുരുക്കം. ഒരാളെ വിലയിരുത്തുന്നതായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഒരു അങ്ങേയറ്റം, അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കാര്യം റസൂലുള്ളാഹി ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട ഹിബ്ബു റസൂലുള്ളാഹ് ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിക്ക് അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട ആ സ്വഹാബി, അദ്ദേഹം ഒരിക്കലും യുദ്ധക്കളത്തിൽ ശത്രുവിനെ നിലത്തിട്ട് ആ വധിക്കാൻ വേണ്ടി വാൾ ഓങ്ങിയ സമയത്ത് ആ ശത്രു ഷഹാദത്ത് ചെല്ലുകയാണ്. അപ്പൊ വളരെ ക്ലിയർ ആണ്, ആ വധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അയാൾ കലിമ ചൊല്ലിയത് എന്നുള്ളത് ആ രൂപത്തിലെ ഏതൊരാളും വിലയിരുത്തുള്ളൂ. ഉടനെ തന്നെ ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ വധിച്ചു. ശേഷം തിരിച്ചെത്തിയതിന് ശേഷം റസൂലുള്ളാഹിനോട് സംഭവം പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി അങ്ങേയറ്റം കോപിക്കുകയാണ്. റസൂലുള്ളാഹി ആദ്യമായിട്ട് ചോദിച്ചു, അഫലാ ശഖഖ്ത അൻ ഖൽബിഹി, അയാളുടെ ഹൃദയം നീ തുറന്നു നോക്കിയോ? അയാളുടെ ഹൃദയത്തിൽ എന്താണെന്ന് നിനക്ക് അറിയാൻ സാധിച്ചോ? റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി ചോദിച്ചു, ആ ഷഹാദത്തുമായിട്ട് ഖിയാമത്ത് നാളിൽ അയാൾ വരികയാണെങ്കിൽ നീ എന്താണ് മറുപടി പറയാ? ആ രൂപത്തിൽ റസൂലുള്ളാഹി ചോദിക്കാൻ. ഉസാമ ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ആ കോപവും ചോദ്യം എല്ലാം കേട്ട സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അത്രയേറെ റസൂലുള്ളാഹി കോപിക്കാൻ. ചിന്തിച്ചു നോക്കുക, അതിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള സാഹചര്യമാണ് അവിടെ റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരാളുടെ നീയത്തിൽ നമ്മൾ സംശയിക്കാൻ ഏറ്റവും അതിനേക്കാൾ അർഹതയുള്ള ഒരു പോയിന്റ് ഇല്ല. ആ സമയത്ത് പോലും ഒരാളെ വിലയിരുത്താൻ അധികാരമില്ലെങ്കിൽ പിന്നെ എത്ര നിസ്സാരമായിട്ടാണ് പല സമയത്തും നമ്മൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണെങ്കിൽ അതിലല്ലാത്ത ഒരാളെ സംബന്ധിച്ച് അയാൾ എത്ര വലിയ നന്മ ചെയ്യുകയാണെങ്കിലും അയാൾ നമ്മുടേതല്ലാത്തൊരു വിഭാഗമാണെന്ന് അറിയുന്നതോടുകൂടെ അയാളെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലൊരു പിക്ചർ വരും. അത് യഥാർത്ഥത്തിൽ നിരന്തരം ആ രൂപത്തിൽ നമ്മൾ കേൾക്കുന്നതിന് അല്ലെങ്കിൽ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതിന്റെ ഒരു പരിണിത ഫലമാണ്. എങ്ങനെയാണ് ഒരാളെ സംബന്ധിച്ച് ആ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്? പ്രത്യക്ഷത്തിൽ ഒരാൾ ആ രൂപത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ പോലും അയാളെ വിലയിരുത്താൻ നമുക്ക് അധികാരമില്ല എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഹദീസിൽ ഒരു വ്യക്തി അയാൾ മക്കളെ വിളിച്ച്, അതായത് മരണത്തോട് അടുത്ത സമയത്ത് മക്കളെ വിളിച്ച് മക്കൾക്കൊരു വസിയത്ത് നൽകുകയാണ്. അയാൾ പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ബോഡി കത്തിച്ചതിന് ശേഷം ആ ചാരം വ്യത്യസ്ത ഭാഗത്തായിട്ട് കൊണ്ടുപോയി വിതറുക. ആ രൂപത്തിൽ മക്കൾക്കൊരു കൽപ്പന നൽകുക. അയാളത് ചെയ്യുന്നതിന്റെ ആ രൂപത്തിൽ ഒരു വസിയത്ത് നൽകാനുള്ള കാരണം അയാൾ ആ രൂപത്തിൽ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ പുനർജനിപ്പിക്കില്ല, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് അത് സാധിക്കില്ല. നഊദു ബില്ലാഹ്. ആ രൂപത്തിലാണ് അയാൾ ചിന്തിക്കുന്നത്. പ്രത്യക്ഷത്തിൽ പച്ച കുഫറായിട്ടുള്ള കാര്യമാണ് അയാൾ ചെയ്യുന്നത്. പക്ഷെ ഹദീസിന്റെ അടുത്ത ഭാഗം, ആ ക്ലൈമാക്സ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കാത്ത രൂപത്തിലാണ്. ഹദീസ് റസൂലുള്ളാഹി പറയാണ്, അതിനുശേഷം അയാൾ മരണപ്പെട്ട ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കൾ അതേ രൂപത്തിൽ ചെയ്തു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ അയാളെ പുനർജനിപ്പിച്ചു. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, എന്തിനാണ് നീ ഇത് ചെയ്തത്? ഉടനെ തന്നെ അയാൾ പറഞ്ഞു, ഓ അല്ലാഹ്, നിന്നെ ഞാൻ അങ്ങേയറ്റം ഭയപ്പെടുന്നു. ആ ഒരു മറുപടി കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് പുറത്തു കൊടുക്കുകയാണ്. ചിന്തിച്ചു നോക്കുക നിങ്ങൾ. ആ ഒരു മറുപടി കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല, കാരണം അള്ളാഹിനെ സംബന്ധിച്ചുള്ള ഭയം അതന്നെയാണ് ആത്യന്തികമായിട്ട് ഏതൊരാളുടെയും മനസ്സിൽ വരേണ്ടത്. ആ ഭയം കാരണമാണ് ഞാൻ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ ചെയ്തത് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കുഫറാണ്, പക്ഷെ അതിന്റെ എൻഡ് റിസൾട്ട് അത് മറ്റൊന്നായിട്ട് വരികയാണ്. അപ്പൊ നമ്മള് എന്തൊരു കാര്യം നമ്മൾ കാണുകയാണെങ്കിലും അയാളെ സംബന്ധിച്ച് ഫൈനലായിട്ട് ജഡ്ജ് ചെയ്യാനുള്ള ഒരു അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും ഹൃദയത്തിലേക്ക് നോക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അധികാരം നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഞാനിത് പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിലകൊള്ളുന്നുണ്ടെങ്കിൽ നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന നന്മകൾ മാത്രം അതിൽ നിന്ന് എടുക്കുക. അതല്ലാതെ നിങ്ങൾ നിലകൊള്ളുന്ന ആ സർക്കിളിന് പുറത്തുള്ള ആളുകളെ മുഴുവൻ പിഴച്ചവരായിട്ട് വിധി എഴുതാൻ, അല്ലെങ്കിൽ ആ രൂപത്തിൽ കാണാനും അല്ലെങ്കിൽ ആ രൂപത്തിൽ ചിന്തിക്കാനാണ് നിങ്ങൾ അതൊരു ന്യായമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ അപകടമാണ്. കാരണം ഒരാളെയും ജഡ്ജ് ചെയ്യാനുള്ള അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വിധി പോലും നിങ്ങൾക്ക് അറിയില്ല. എന്നിരിക്കെ എങ്ങനെയാണ് മറ്റുള്ള ആളുകളെ സംബന്ധിച്ച് ആ രൂപത്തിൽ ചിന്തിക്കാൻ സാധിക്കുന്നത്? പല സമയത്തും വിഷമം തോന്നാറുണ്ട്. അതായത് നമ്മൾ നിലകൊള്ളുന്ന സർക്കിളിന് അപ്പുറത്തുള്ള ആളുകൾ, അവര് ഒരുപക്ഷെ ഈ പറയുന്ന വ്യക്തി ഒരറിവില്ലാത്ത ആളാണ്, അപ്പുറത്ത് വർഷങ്ങളോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ സമയം ചെലവഴിച്ച് ആ ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ച ഒരു പണ്ഡിതനെ സംബന്ധിച്ച് അയാൾ പിഴച്ചവനെന്നെല്ലാം സിമ്പിളായിട്ട് പറയുന്നത് എത്ര വലിയ അപരാധമാണ് ആ രൂപത്തിലെല്ലാം സംസാരിക്കുന്നത്. സ്വഹീഹ് ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്.